ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 35 ആണ്. ഉൽപ്പത്തി 35-ാം അധ്യായം. അവിടെ യാക്കോബ് തിരികെ ബേഥേലിലേക്ക് താൻ പോകുന്നത് നമുക്ക് ആ ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ യാക്കോബ് ഏശാവിനോട് കൂടെ പോകാതെ താൻ ശേഖേമിൻ്റെ അടുക്കിലേക്ക് അവിടേക്ക് ആ ഒരു ഏരിയയിലേക്ക് താൻ അവിടെ താമസം മാറുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയും നമ്മളവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം യാക്കോബ് ശരിക്കും ദൈവത്തിൽ തൻ്റെ ഒരു അറ്റൻഷൻ തന്നോട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദൈവം തന്നോട് പിന്നെ പ്രത്യക്ഷമായിട്ട് തന്നെ ബ്ലെസ് ചെയ്യുകയാണ്. നിൻ്റെ യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കും നിൻ്റെ പേര് എന്ന് പറഞ്ഞ് ബ്ലെസ് ചെയ്ത് നിനക്ക് ഒരുപാട് മക്കളെ തരും എന്ന് പറഞ്ഞ് ബ്ലെസ്. ഇനി ബേഥേലിലേക്ക് പോവുക എന്നുള്ള ഒരു അരുളപ്പാടുകൂടെ കിട്ടിയപ്പോൾ യാക്കോബ് തീരുമാനിച്ചു, ഈ പ്രാവശ്യം ഇനി മുതൽ ദൈവം പറയുന്നത് തന്നെ കേൾക്കാം, ദൈവം പറയുന്നതനുസരിച്ച് പോകാമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ താൻ താമസിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും താൻ ബേഥേലിലേക്ക് താൻ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ദൈവം എപ്പോഴും ആഗ്രഹിച്ചത് യാക്കോബ് ആ ബേഥേലിലേക്ക് തന്നെ ചെല്ലണം എന്നുള്ളതാണ്. കാരണം ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്, ഗോഡ് ഓഫ് ബേഥേൽ എന്നാണ് പറയുന്നത്. അപ്പം ബേഥേലിലെ ദൈവം എന്നാണ്. അപ്പം ദൈവം ആഗ്രഹിച്ചത് യാക്കോബ് കുടുംബമായിട്ട് ബേഥേലിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ യാക്കോബ് അത് അവിടെ ചെയ്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ താനോട് റിയലൈസ് ചെയ്തു, ദൈവം പറയുന്നതനുസരിക്കേണ്ട ഇമ്പോർട്ടൻസ് താൻ റിയലൈസ് ചെയ്തു. അങ്ങനെ താൻ ബേഥേലിലേക്ക് താൻ മൂവ് ചെയ്യുന്നു. ബേഥേലിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ബേഥേലിൽ വെച്ചാണ് യാക്കോബ് ആദ്യം ഏശാവിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയപ്പോൾ താൻ രാത്രിയിൽ താൻ കല്ല് തലവണയായി വെച്ച് താൻ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ താൻ സ്വപ്നം കണ്ടതാണ്. സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പും അതുവഴി ദൂതന്മാർ കയറി ഇറങ്ങുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പോൾ ഈ സെയിം സ്ഥലത്ത് വെച്ച് ഈ ബേഥേൽ എന്നപ്പം യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു. അപ്പം ആ സ്ഥലത്തിലേക്ക് തന്നെ തിരികെ മടങ്ങി പോകാനായിട്ടാണ് ദൈവം പറയുന്നത്. അങ്ങനെ താൻ മടങ്ങിപ്പോകുന്നു. പിന്നീട് തനിക്ക് തൻ്റെ ഭാര്യ റേച്ചൽ പിന്നീട് അവിടെ മരണപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിലും മെയിനായിട്ടൊരു റീസൺ എന്നുള്ളത് പക്ഷേ തൻ്റെ റേച്ചലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറവുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ താൻ ലാബാൻ്റെ അടുത്തു നിന്ന് വന്നപ്പോൾ താൻ അവിടെ നിന്ന് വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടാണ് താൻ വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അപ്പോൾ ആ ഒരു തെറ്റുകൊണ്ടായിരിക്കാം തനിക്ക് ആ ഒരു വിധത്തിൽ മരണത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നത്. അതുപോലെ തന്നെ അവിടെ റൂബൻ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ടും വലിയൊരു തെറ്റ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. കാരണം തൻ്റെ അപ്പൻ്റെ കുക്കുംബായനായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ലയ ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വലിയ തെറ്റും അവിടെ സംഭവിക്കുന്നതായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ മക്കൾ 12 ട്രൈബ്സായിട്ട് മാറുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും ഒരു ഗോഡ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസമുണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളൊന്നും ആയിരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പല വീക്ക്നെസ്സും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മളെപ്പോഴും സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഏറ്റവും നല്ലത് നമ്മൾ റിയലൈസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. പിന്നീട് ശരിക്കും പേരൻസാണ് മക്കൾക്കൊരു എക്സാമ്പിളായിട്ട് മാറുന്നത്. കാരണം ഈ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള യാക്കോബിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ താൻ തൻ്റെ ബുദ്ധിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളും ആ ഒരു രീതിയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴേക്കും തൻ്റെ ആ ചിന്താഗതി മാറിയെങ്കിൽ പോലും അത് മക്കളുടെ കാര്യത്തിൽ എത്രമാത്രം അത് നല്ലതായിട്ട് ഭവിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്നുള്ളത് പേരൻസിൻ്റെ ആ ഒരു ദൈവവിശ്വാസം, അവർക്ക് ദൈവത്തോടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അത് അവരുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു കാര്യവും കൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറട്ടെ.